ഹലോ മക്കളെ, നമ്മൾ ഇന്ന് 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്ററായ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റൂഫ് ഓഫ് ദ വേൾഡ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 8th സ്റ്റാൻഡേർഡിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, എന്നാലും നമുക്കത് മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. എർത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അതിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ക്രസ്റ്റ്. It is divided into 2 parts. അതിൽ കോണ്ടിനെൻ്റൽ പാർട്ടാണ് സിലിക്കൺ ആൻഡ് അലുമിനിയം, ആൻഡ് ഓഷ്യാനിക് പാർട്ടാണ് സിലിക്കൺ ആൻഡ് മെഗ്നീഷ്യം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗത്തിനെയാണ് സിമ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ക്രസ്റ്റ് പറഞ്ഞു. ക്രസ്റ്റിന് 2 പോർഷൻ ഉണ്ട്, സിയാൽ ആൻഡ് സിമ. സിയാൽ കോണ്ടിനെൻ്റൽ പാർട്ടാണ്, സിമ എന്ന് പറയുന്നത് ഓഷ്യാനിക് പാർട്ടാണ്. ഇനി ബിലോ ദ ക്രസ്റ്റ് ആണ് മാൻഡിൽ. മാൻഡിൽ ഇസ് ഡിവൈഡഡ് ടു 2 parts, ലോവർ മാൻഡിൽ ആൻഡ് അപ്പർ മാൻഡിൽ. ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ അപ്പർ മാൻറ്റിൽ ഉള്ളത്. ഇത് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഇനി നമുക്കറിയാം, എർത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കൂടി വരികയാണ്. അപ്പോൾ അപ്പർ മാൻറ്റിലിൻ്റെ തൊട്ട് താഴെയുള്ള ലോവർ മാൻറ്റിലേക്ക് എത്തുമ്പോഴും ഈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കാരണം എന്ത് സംഭവിക്കും? അവിടെയുള്ള റോക്സ് ഒക്കെ മെൽറ്റ് ആവും. അപ്പോൾ ഈ മോൾട്ടൺ സ്റ്റേറ്റിലെത്തും, അതായത് സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ഇതിനെയാണ് നമ്മൾ എസ്തെനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് എസ്തെനോസ്ഫിയർ? നമ്മുടെ ലോവർ മാൻറ്റിലിൽ റോക്സ് മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്തെനോസ്ഫിയർ. സോ നമുക്കതൊന്ന് റീകോൾ ചെയ്യാം. ദ പാർട്ട് ഓഫ് ദ മാൻറ്റിൽ where the rocks are found in molten stage due to the high temperature in this region is known as asthenosphere. ഇനി നമുക്കറിയാം, അപ്പർ മാൻഡിൽ സോളിഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മുടെ ഈ അപ്പർ മാൻഡിലും ക്രസ്റ്റും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടുഗദർ വി കോൾ ഇറ്റ് ആസ് ലിത്തോസ്ഫിയർ. സോ ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ മാൻഡിൽ ടുഗദർ വി കോൾ ആസ് ലിത്തോസ്ഫിയർ. അപ്പോൾ ലിത്തോസ്ഫിയർ ആൻഡ് ആസ്തെനോസ്ഫിയറും, ഈ 2 ടേമും നമ്മൾ മറന്നു പോരുത്. നമുക്ക് ഈ ലെസണിൽ ആവശ്യമുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ലിത്തോസ്ഫിയർ ആൻഡ് ആസ്തെനോസ്ഫിയർ. നമ്മുടെ ഈ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ് ഷെല്ല് പോലെയാണ്. ഇറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു സെവറൽ ബിഗ്ഗർ ആൻഡ് സ്മോളർ പീസസ്. ഇങ്ങനെയുള്ള ഈ ബിഗ്ഗർ ആൻഡ് സ്മോളർ പീസസ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്. എന്താണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്? അങ്ങനെ നമ്മുടെ ലിത്തോസ്ഫിയർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 മേജർ പ്ലേറ്റ്സ് ആൻഡ് അബൌട്ട് a dozen ഓഫ് മൈനർ പ്ലേറ്റ്സ്. അതിൽ നമുക്ക് നോക്കാം, ആ 7 മേജർ പ്ലേറ്റ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. യുറേഷ്യൻ പ്ലേറ്റ്, ഇന്ത്യൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്, അന്റാർട്ടിക്കൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് ആൻഡ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഇനി മക്കളെ, ഞാനിങ്ങനെ പ്ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്ലേറ്റ് എന്നുള്ളത് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ? പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 7 ബിഗർ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 7 ബിഗർ പീസസ് അല്ലെങ്കിൽ പാർട്സിനെയാണ് നമ്മൾ പ്ലേറ്റ് എന്നിവിടെ പറയുന്നത്. ഇനി അടുത്തൊരു പ്രത്യേകത എന്താണ്? നമ്മുടെ ലിത്തോസ്ഫിയർ ആസ്തെനോസ്ഫിയറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ പ്ലേറ്റ്സ് എല്ലാം ആസ്തെനോസ്ഫിയറിൽ മൂവ് ചെയ്യും. ഈ മൂവ്മെൻറ്റിൻ്റെ കാരണമാണ് കൺവെക്ഷണൽ കറൻസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരു കൺവെക്ഷണൽ കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മുടെ ഈ പ്ലേറ്റ്സ് ഒക്കെ മൂവ് ചെയ്യുന്നത്. ഇനി ഈ മൂവ്മെൻറ്റിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 3 ടൈപ്സ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കൺവെർജൻറ്റ് മൂവ്മെൻറ്റ്, സെക്കൻഡ് വൺ ഡൈവർജൻറ്റ് മൂവ്മെൻറ്റ്, ആൻഡ് തേർഡ് വൺ ഇസ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺവെർജൻറ്റ് മൂവ്മെൻറ്റ്സ്. 2 പ്ലേറ്റ്സ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ കമ്മിങ് ക്ലോസർ ആൻഡ് കൊളൈഡിങ് വിത്ത് ഈച്ച് അതർ. ഇതിനെയാണ് നമ്മൾ കൺവെർജൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയാം. 2 പ്ലേറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് അടുത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കൊളീഷൻ സംഭവിക്കും. അതിനെയാണ് നമ്മൾ കൺവെർജൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൺവെർജൻറ്റ് മൂവ്മെൻറ്റിൻ്റെ 3 പോസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ്, നമുക്കറിയാം കൺവെർജൻറ്റ് മൂവ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്? 2 പ്ലേറ്റ്സ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. 2 പ്ലേറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് കൊളീഷൻ നടക്കും. അപ്പോൾ ഈ വരുന്ന 2 പ്ലേറ്റ് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആണെങ്കിൽ ഫോൾഡ് മൗണ്ടൻസ് ആണ് ഡെവലപ്പ് ചെയ്യുക. എന്താ ഡെവലപ്പ് ചെയ്യുക? ഫോൾഡ് മൗണ്ടൻസ് ആണ്. ഇനി ഈ വരുന്ന 2 പ്ലേറ്റ് ഓഷ്യാനിക് പ്ലേറ്റ്സ് ആണെങ്കിൽ
അവിടെ ട്രഞ്ചസ് ആണ് ഡെവലപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തെ പോസിബിലിറ്റി എന്താണ്? ഒരു പ്ലേറ്റ് കോണ്ടിനെൻ്റൽ പ്ലേറ്റും ഒരു ഓഷ്യാനിക് പ്ലേറ്റും കൂടി വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഫോൾഡ് മൗണ്ടൻസും ഡെവലപ്പ് ആവില്ല, ട്രഞ്ചസും ഡെവലപ്പ് ആവില്ല. പകരം ഡിസ്റ്റർബൻസസ് ആണ് ഉണ്ടാവുക. ഈ ഡിസ്റ്റർബൻസ് കാരണം എർത്ത് ക്വേക്ക് ആണ് ഉണ്ടാവുക. ഇനി അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോസിബിലിറ്റി പോലെ രണ്ട് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് തമ്മിൽ കൊളൈഡ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ഹിമാലയാസ്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൊളൈഡ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ആര്? ഹിമാലയൻ മൗണ്ടൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ഹിമാലയാസ് എങ്ങനെയാണ് ഉണ്ടായതെന്ന്? അപ്പോൾ ഒരു സൈഡിൽ യുറേഷ്യൻ പ്ലേറ്റും ഒരു സൈഡിൽ ഇന്ത്യൻ പ്ലേറ്റുമാണ്. ഇവയ്ക്കിടയിൽ ഒരു സീ ഉണ്ട്, സീ ഓഫ് തെത്തിസ്. അങ്ങനെ ഈ രണ്ട് പ്ലേറ്റുകളും അടുത്തടുത്ത് വരുമ്പോൾ കംപ്രഷൻ കാരണം നടുഭാഗം പതുക്കെ പതുക്കെ ഫോൾഡ് ആവാൻ തുടങ്ങും. അങ്ങനെ തെത്തിസിലെ വെള്ളം രണ്ട് സൈഡിലേക്ക് മാറി ക്രസ്റ്റ് ഉയർന്നുയർന്ന് ഹിമാലയം ഫോം ചെയ്യും. അപ്പോൾ യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും കൊളൈഡ് ചെയ്യണതിൻ്റെ റിസൾട്ടായിട്ടാണ് ഹിമാലയ ഫോം ചെയ്യണത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ളൂ. ചാപ്റ്റർ ഇനി തുടങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.